ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ വിമോചന ശുശ്രൂഷയുടെ 6-ാമത്തെ ദിവസത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മൾ അനുഗ്രഹത്തിൻ്റെ 40 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയിലാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കാനാൻ ദേശത്തെ ലക്ഷ്യം വെച്ച് പോയതുപോലെ ഒരു യാത്രയാണിത്. നിങ്ങൾക്ക് വലിയ ഉത്സാഹം ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു 4-5 ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ തീഷ്ണത പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കർത്താവിനോട് പ്രാർത്ഥിക്കണം, ദൈവമേ നാളെ ഈ 40 ദിവസത്തെ എൻ്റെ പ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ, ഞാൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ തീഷ്ണതയോടെ കിടക്കണം. അതുപോലെ തന്നെ ഈ എപ്പിസോഡ് നിങ്ങൾ ഒരു പ്രാവശ്യമോ ഒന്നിലധികം പ്രാവശ്യമോ കാണണം. അങ്ങനെ ആ കൃപയിൽ, പ്രത്യേകിച്ച് ആരാധനയിൽ ഒരാശീർവാദം എല്ലാ ദിവസവും ഉണ്ട്. ആ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് വലിയ കൃപയിൽ ഈ 40 ദിവസത്തെ പ്രാർത്ഥന പൂർത്തിയാക്കണം. സെപ്റ്റംബർ മാസം 8-ാം തീയതി നമുക്കൊരു വലിയ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു സ്പിരിച്വൽ അപ്ഡേറ്റ് നടക്കും. നമ്മുടെ ആത്മീയ റാങ്ക് ദൈവം വർദ്ധിപ്പിച്ചു തരും. വലിയ കൃപകൾക്ക് വേണ്ടി നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തെയും കുടുംബത്തെയും തുറന്ന് തരികയും ചെയ്യും. അപ്പോൾ അത് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഈ 6-ാം ദിവസത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങളാണ്. ഉൽപ്പത്തി 14-17 മുതലുള്ള വാക്യങ്ങൾ. കെദോർ ലവോമറെയും കൂടെയുണ്ടായിരുന്നവരെയും തോൽപ്പിച്ചു മടങ്ങി വന്ന അബ്രാമിനെ എതിരേൽക്കാൻ സോദോം രാജാവിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് ചെന്നു. സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിൻ്റെ മേൽ ഉണ്ടാകട്ടെ. ശത്രുക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന അത്യുന്നതനായ ദൈവം അനുഗ്രഹീതൻ. അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു. ബൈബിളിൽ നമ്മൾ അബ്രാമിൻ്റെ ജീവിത കഥ വായിച്ചു പോകുമ്പോൾ വായനക്കാരൻ ഒരല്പം ആശങ്കയോടെ തട്ടി നിൽക്കുന്നൊരു ഭാഗമാണ് എവിടെ നിന്നെന്നറിയാതെ ഈ കഥയിലേക്ക് കയറി വരുന്ന മൽക്കിസദേക്ക് എന്ന കഥാപാത്രം. ഈ മൽക്കിസദേക്കിന് ഈ കഥയിലുള്ള പ്രാധാന്യത്തെയും മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടും ആത്മീയതയുമായി ബന്ധപ്പെട്ടും മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഞാനൊന്ന് വിശദീകരിക്കുകയാണ്. അതാണ് ബ്ലെസ്സിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ആശീർവാദം. ഇത് നമ്മുടെ ഒരു ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണിത്. എന്താണ് ആശീർവാദം? അത് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ്റെ കരങ്ങളിലൂടെ മറ്റ് മനുഷ്യരിലേക്ക് കൈമാറപ്പെടുന്ന ദൈവാനുഗ്രഹങ്ങളുടെ പേരാണ് ആശീർവാദം, ബ്ലെസ്സിങ്. അത് ദൈവത്തിൽ നിന്ന് നേരിട്ടല്ല മനുഷ്യനിലേക്ക് വരുന്നത്. ദൈവം കൊടുത്ത അനുഗ്രഹം കൈമാറി 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 ആ ബ്ലെസ്സിങ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു പാറ്റേണാണ് ബൈബിൾ സൂക്ഷിക്കുന്നത്. ഞാൻ പെട്ടെന്ന് അതിനെക്കുറിച്ച് വേഗത്തിലൊന്ന് ഓടിച്ച് പറയാം. ആദ്യമായി ഈ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നത് ആദമാണ്. ആദത്തോട് ദൈവം സംസാരിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യനോട് ദൈവം സംസാരിക്കുന്ന ആദ്യത്തെ വാക്യമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അവരെ ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ടാണ്, ബ്ലസ്ഡ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈബിൾ തുടങ്ങുന്നത് തന്നെ, അല്ലെങ്കിൽ ബൈബിൾ മനുഷ്യനോട് സംസാരിച്ച്, ദൈവം മനുഷ്യനോട് സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ അവനെ ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആദം ദൈവത്തിൽ നിന്ന് ഈ ബ്ലെസ്സിങ്, ആശീർവാദം പ്രാപിച്ചു. ഇനി ആദത്തിൽ നിന്ന് അത് ആബേലിലേക്കും, ആബേലിൻ്റെ മരണത്തിന് ശേഷം ആദത്തിൽ നിന്ന് സേത്തിലേക്കും ഈ ആശീർവാദം കൈമാറപ്പെട്ടു. സേത്തിൽ നിന്ന്, സേത്തിൻ്റെ പരമ്പര നമുക്കറിയാം, ഹെനോക്ക്, അതുപോലെ തന്നെ ലാമക്ക്, പിന്നീട് മെത്തുശലേഹ്, നോഹയിലേക്ക് അതിങ്ങനെ കൈമാറപ്പെട്ടു. നോഹയിൽ നിന്ന് നോഹയുടെ മൂത്ത മകനായ ഷേമിലേക്ക്
ഈ അനുഗ്രഹം കൈമാറപ്പെട്ടു. അങ്ങനെ ദൈവത്തിൽ നിന്ന് വന്ന ഈ ബ്ലെസ്സിങ് തലമുറ തലമുറയായി കൈമാറപ്പെട്ടു വന്നപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന കഥാപാത്രം അബ്രാഹമാണ്. അബ്രാഹത്തിൻ്റെ ജീവിതം സൂക്ഷ്മതയോടെ വായിക്കുമ്പോൾ ബൈബിൾ വായനക്കാരനൊരു സത്യം മനസ്സിലാവും. അബ്രാമിന് ഈ അനുഗ്രഹം കൈമാറി കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കാതെ പോകാൻ സാധ്യതയുള്ളൊരു വാക്യമുണ്ട്. ജോഷുവ 24 വാക്യം 2. ജോഷുവ അവരോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അബ്രാഹത്തിൻ്റെയും നാഹോറിൻ്റെയും പിതാവായ തേരാഹ് വരെയുള്ള നിങ്ങളുടെ പിതാക്കന്മാർ യൂഫ്രട്ടീസിനക്കരെ മറ്റ് ദേവന്മാരെയാണ് ആരാധിച്ചിരുന്നത്. അതായത് ഷേമിൻ്റെ കാലശേഷം പിന്നീട് അബ്രാമിൻ്റെ അപ്പൻ, വല്യപ്പൻ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ യൂഫ്രട്ടീസിനക്കരെ ബാബിലോണിൽ മറ്റ് ദേവന്മാരെയാണ് ആരാധിച്ചിരുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഷേം വരെ എത്തി നിന്ന, ഷേം വരെ ദൈവം കൊടുത്തു നിർത്തിയ ആ ബ്ലെസ്സിങ്, ആശീർവാദം അവിടെ ഏതോ ഒരു തലമുറയിൽ വെച്ച് അവർ വിഗ്രഹാരാധനയിലേക്ക് പോകുമ്പോൾ അത് കട്ടായി. ഇനി രക്ഷാകര ചരിത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ അബ്രാം നിൽക്കുകയാണ്. അബ്രാം നിൽക്കുമ്പോൾ അബ്രാം നിൽക്കുന്നത് ഈ അനുഗ്രഹം ഇല്ലാതെയാണ്. അബ്രാം ദൈവം പറഞ്ഞ് കേട്ട് വന്നു, കനാൻ ദേശത്തേക്കുള്ള യാത്രയൊക്കെ വന്നു, എങ്കിലും ഈ ബ്ലെസ്സിങ് ലൈൻ മുറിഞ്ഞിട്ടുണ്ട്. വിഗ്രഹാരാധന നടത്തിയത് വഴി യഹോവയായ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം മുറിഞ്ഞുപോയി, വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു. ഇവിടെ മൽക്കീസദേക്കിൻ്റെ കഥയിലെ സാങ്കത്യം, ഇവിടെ മുറിഞ്ഞുപോയ ഈ ആശീർവാദം അബ്രാമിന് തിരിച്ചു കൊടുക്കാനാണ് മൽക്കീസദേക്ക് വരുന്നത്. അതുകൊണ്ട് യഹൂദ പണ്ഡിതന്മാർ ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഒന്നുകിൽ ഇത് ഷേമോ, നോഹയുടെ മകനായ ഷേമോ, ഷേമിൻ്റെ സന്താനങ്ങളിൽ ആരെങ്കിലുമോ ആയിരുന്നിരിക്കണം മൽക്കീസദേക്ക് എന്ന ഒരു അഭിപ്രായം ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. എന്ന് പറഞ്ഞാൽ തലമുറ തലമുറയായി ദൈവം പകർന്നു കൊടുത്ത ആ അനുഗ്രഹം അബ്രാമിന് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന് ദൈവം നിയോഗിച്ച ഷേമോ ഷേമിൻ്റെ പരമ്പരയിൽപ്പെട്ട ആരെങ്കിലുമോ ഒരാളാണ് മൽക്കീസദേക്ക്. അങ്ങനെയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, അബ്രാമിന് ദൈവത്തിൽ നിന്നുള്ള ആശീർവാദം മൽക്കീസദേക്ക് തിരിച്ചു കൊടുക്കാൻ പോവാണ്. അയാൾ തിരിച്ചു കൊടുത്തത് എങ്ങനെയാണ്? നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. എങ്ങനെയാണ് ഈ അനുഗ്രഹം റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നത്? ചുമ്മാ വന്നിട്ട് തലയൊക്കെ വെച്ച് അനുഗ്രഹിക്കുകയല്ല. അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. ഈ 2 വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ഈ പുരോഹിതൻ അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് വെറുതെ ഇങ്ങനെ കാണിക്കുകയല്ല, അവൻ അവിടെ ഒരു ബലിപീഠം പണിത് അവിടെ അപ്പവും വീഞ്ഞും കാഴ്ചവെച്ചു. ആ ബലി നടത്തിയിട്ട് അബ്രാമിനെ അനുഗ്രഹിച്ചു. തലമുറകൾ അല്ലെങ്കിൽ പൂർവികർ കളഞ്ഞു കുളിച്ച, നഷ്ടപ്പെടുത്തിയ അനുഗ്രഹം അബ്രാമിന് മൽക്കീസദേക്ക് എന്ന പുരോഹിതൻ തിരിച്ചു കൊടുക്കുന്നത് അപ്പവും വീഞ്ഞും ബലിയർപ്പിച്ചിട്ടാണ്, ബലിപീഠം പണിതിട്ടാണ്, വെറുതെ അല്ല. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പൂർവികർ, നമ്മുടെ മാതാപിതാക്കൾ, ആൻസസ്റ്റേഴ്സ് കളഞ്ഞുകുളിച്ച ദൈവകൃപകൾ നമ്മൾ തിരിച്ചു പ്രാപിക്കേണ്ടത് ബലിപീഠങ്ങളിലൂടെയാണ്, ബലിയർപ്പിച്ചുകൊണ്ടാണ്. മൽക്കീസദേക്ക് പുരോഹിതനാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു വാക്കുകൂടി പറയാം. നമുക്കറിയാം, ബൈബിളിൽ 2 ലൈൻ ഓഫ് പ്രീസ്റ്റ്ഹുഡ് ഉണ്ട്. പൗരോഹിത്യത്തിൻ്റെ 2 കൈവഴികൾ ബൈബിളിലുണ്ട്. ഒന്നാമത്തേത് ആദ്യജാതന്മാരുടെ പൗരോഹിത്യം.
പ്രീസ്റ്റ്ഹുഡ് ഓഫ് ദ ഫസ്റ്റ് ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈബിളിലെ ആദ്യജാതന്മാർ മൂത്ത മകനിൽ നിന്ന്, അപ്പനിൽ നിന്ന് മൂത്ത മകനിലേക്ക്, പിന്നീട് ആ അടുത്ത തലമുറയിലെ മൂത്ത മകനിലേക്ക്, ഇങ്ങനെ ഫസ്റ്റ് ബോൺ, അങ്ങനെ കൈമാറി പോയ പൗരോഹിത്യം. ഓരോ കുടുംബത്തിലെയും പുരോഹിത ശുശ്രൂഷ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഈ കുടുംബത്തിലെ മൂത്ത മകനായിരുന്നു. അതാണ് പ്രീസ്റ്റ്ഹുഡ് ഓഫ് ദ ഫസ്റ്റ് ബോൺ. മരുഭൂമിയിൽ വെച്ച് കാളക്കുട്ടിയെ ആരാധിച്ച് കഴിയുമ്പോൾ മുതൽ ഈ ആദ്യത്തെ പൗരോഹിത്യം ഇല്ലാതാവും. പകരം ലേവ്യ പൗരോഹിത്യം, രണ്ടാമത്തേത് ലെവിറ്റിക് പ്രീസ്റ്റ്ഹുഡ്, അത് ആരംഭിക്കും. പിന്നീട് സ്നാപക യോഹന്നാൻ്റെ കാലം വരെ ഈ ലേവ്യ പൗരോഹിത്യമുണ്ട്. സ്നാപക യോഹന്നാൻ യേശുവിന് ജ്ഞാനസ്നാനം കൊടുക്കുമ്പോൾ പൗരസ്ത്യ സുറിയാനി ആരാധനാ പാരമ്പര്യങ്ങളിൽ ഇങ്ങനെയൊരു കാഴ്ചപ്പാടുണ്ട്. യോഹന്നാൻ യേശുവിന് ആ പഴയ നിയമ പൗരോഹിത്യം, ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് തിരിച്ചേൽപ്പിച്ചു എന്ന്. യേശുക്രിസ്തുവിലൂടെ വീണ്ടും ഈ ആദ്യജാതന്മാരുടെ പൗരോഹിത്യം, അതാണ് ക്രിസ്തു, ആ ക്രമം അനുസരിച്ചാണ്, മൽക്കീസദേക്കിൻ്റെ ക്രമം അനുസരിച്ചാണ്, ആദ്യജാതന്മാരുടെ ക്രമം അനുസരിച്ചാണ് ക്രിസ്തു പുരോഹിതനായി മാറുന്നത്. അങ്ങനെ ആ പൗരോഹിത്യത്തിലാണ് പുതിയ നിയമസഭയിലെ പുരോഹിതന്മാർ പങ്കുചേരുന്നത്. അത് കൈമാറി കിട്ടുകയല്ല, അതിൽ പങ്കുചേരുകയാണ്. ക്രിസ്തു മാത്രമാണ് പുരോഹിതൻ. ആ പൗരോഹിത്യത്തിൽ പുതിയ നിയമസഭയിലെ പുരോഹിതന്മാർ പങ്കുചേരുകയാണ്. അവരിലേക്ക് കൈമാറി വരികയല്ല, പങ്കുചേരുകയാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ലൈൻ ഓഫ് പ്രീസ്റ്റ്ഹുഡ് ഉണ്ട്. ഇപ്പോൾ മൽക്കീസദേക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആദ്യജാതന്മാരുടെ പൗരോഹിത്യത്തെയാണ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മൽക്കീസദേക്ക് വന്ന് അബ്രാഹത്തിന് നഷ്ടപ്പെട്ട ആ പൂർവികരുടെ അനുഗ്രഹം, തലമുറയെ കൈമാറി കിട്ടിയ അനുഗ്രഹം തിരിച്ചേൽപ്പിക്കുന്നത് ബലിയർപ്പിച്ചിട്ടാണ്, ബലിപീഠം പണിതിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങൾക്ക് പൂർവികരുടെ അനുഗ്രഹം ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ ആരെങ്കിലും കൊലപാതകം ചെയ്തിട്ടുണ്ട്, കുടുംബങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായ അനീതി കാണിച്ചിട്ടുണ്ട്, നിരപരാധികളുടെ കണ്ണുനീര് നിങ്ങളുടെ പൂർവികർ ഈ ഭൂമിയിൽ വീഴുന്നതിന് നിങ്ങളുടെ പൂർവികർ കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ വിഗ്രഹാരാധകരായിരുന്നു, അന്ധവിശ്വാസികളായിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ തടസ്സം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ എന്താണ് പോംവഴി? ആ നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ തിരിച്ചു കിട്ടാൻ ബലിപീഠങ്ങൾ പണിയുക, ബലിയർപ്പിക്കുക. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുകയാണ് ഈ അനുഗ്രഹം തിരിച്ചു കിട്ടാൻ. നമ്മൾ കാണുന്നത് എന്തെന്നറിയാമോ? മൽക്കീസദേക്ക് അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞ വാക്യങ്ങൾ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ കടാക്ഷം, സത്യദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്കുണ്ടാവട്ടെ, ശത്രുക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന അത്യുന്നതനായ ദൈവമാണ് അനുഗ്രഹീതനായ ദൈവം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിനക്ക് ഇപ്പോൾ ഈ രാജാക്കന്മാരെ തോൽപ്പിച്ച് ലോത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞത് നിന്നെ ദൈവം സഹായിച്ചതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ കരുണയാണത്. ദൈവമാണ് നിൻ്റെ സമ്പത്ത്. അവിടുന്ന് നീ കൊള്ളയടിച്ച് കിട്ടിയ സമ്പത്തല്ല, ദൈവമാണ് നിൻ്റെ സമ്പത്ത്. അതുകൊണ്ട് അത് നീ മറന്നു പോകരുതെന്നാണ് മൽക്കീസദേക്ക് പറയുന്നത്. നമുക്ക് ദൈവം തന്ന നന്മകളൊന്നും മറന്നു പോകാതിരിക്കാനും, നമ്മൾ വന്ന വഴികളൊന്നും മറന്നു പോകാതിരിക്കാനും, അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം തിരിച്ചു കിട്ടാനും. കഥ പറഞ്ഞില്ലേ, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളിത് ചെയ്യണമെന്ന്. എൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ മറന്നു പോകാതിരിക്കാൻ, ദൈവം നടത്തിയ വഴികൾ മറക്കാതിരിക്കാൻ, അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും തിരിച്ചു കിട്ടാൻ ഒരു വഴിയേ ഉള്ളൂ. അത് ദൈവത്തെ ആരാധിക്കുക, ബലിപീഠം പണിത് ബലിയർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുക. നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭ്യസിക്കേണ്ട നന്മ ക്ഷമയുടെ ഒരു പുണ്യമാണ്. ക്ഷമ. മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഏതെങ്കിലും മേഖല നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കറിയാം, മാനുഷികമായിട്ട് നമുക്ക് ആരോടും ക്ഷമിക്കാൻ പറ്റത്തില്ല. ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ കർത്താവ് സഹായിച്ചാലേ പറ്റൂ. നമുക്കിന്ന് കർത്താവിന് മുമ്പിൽ ആ തീരുമാനം എടുക്കാം. എന്നെ വേദനിപ്പിച്ചവരോട്, എന്നെ കരയിപ്പിച്ചവരോട്, എനിക്ക് അപമാനം തന്നവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. ഇനി ഒഴിവാക്കേണ്ട തിന്മയാണ് ശത്രുത, എനിമിറ്റി. നമുക്ക് ശത്രുത അവസാനിപ്പിക്കാനും
ശത്രുത ഒഴിവാക്കാനും അതുപോലെ തന്നെ സ്നേഹത്തിൽ ജീവിക്കാനുമുള്ള ഒരു കൃപ കിട്ടാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ അഭ്യസിക്കേണ്ട പുണ്യം ഫൊർഗിവ്നെസ്, ക്ഷമ, പാപം ഒഴിവാക്കേണ്ട പാപം, എനിമിറ്റി, ശത്രുത. ടാസ്ക് ഇതാണ്. കൊരിന്തോസ് ലേഖനം 1 കൊരിന്തോസ് 13 അധ്യായം സ്നേഹത്തിൻ്റെ ഗീതമാണ്. സ്നേഹം സകലതും ക്ഷമിക്കുന്നു, സകലതും സഹിക്കുന്നു. അപ്പോൾ ആ സ്നേഹഗീതം ഒരു 2-3 പ്രാവശ്യം ഒന്ന് വായിച്ച് നമുക്ക് അങ്ങനെ ഒരു എല്ലാവരെയും സ്നേഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു കൃപ, ഹൃദയവിശാലത കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇതൊന്ന് പല ആവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കർത്താവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കിന്ന് ഈ ദിവസം നമുക്ക് ദൈവം തന്ന നന്മകൾക്ക് നന്ദി പറയാം. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ മറന്നു പോകാതിരിക്കാനാണ് നമ്മൾ ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ആദ്യത്തെ 10 ദിവസങ്ങൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഘട്ടമാണ്. രണ്ടാമത്തേത് നമുക്കൊരു ദൈവികമായ വിശ്വാസം ആഴപ്പെടാനും പിന്നീട് ദൈവത്തോട് ആഴമായ ബന്ധം ഉണ്ടാവാനും ഒടുവിൽ സമർപ്പിക്കാനും ഒരു വിധത്തിൽ അങ്ങനെ 40 ദിവസം 10 ദിവസങ്ങൾ വീതമുള്ള 4 ഘട്ടങ്ങളായിട്ടാണ് നമ്മളതിനെ തിരിച്ചിട്ടുള്ളത്. ഞാനീ പറയുന്ന സന്ദേശങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ബുക്കിലോ ഡയറിയിലോ ഒക്കെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എഴുതി വെക്കുക. പ്രാർത്ഥിക്കാൻ പറയുന്ന പ്രാർത്ഥന ചൊല്ലുക. ടാസ്ക് ചെയ്യാൻ ശ്രമിക്കുക. തിന്മ ഒഴിവാക്കാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. പിന്നെ അടിസ്ഥാനപരമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ എല്ലാ ദിവസവും പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഫാമിലി ട്രീയുടെ ചാർട്ടും അതുപോലെ തന്നെ ആൻസസ്റ്റേഴ്സിന് വേണ്ടിയുള്ള പ്രെയറും നമ്മുടെ എൻകൗണ്ടർ ആപ്പിലും മൗണ്ട് കാർമലിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. 1 മണിക്കൂറെങ്കിലും നേരിട്ട് പറ്റാത്തവർ ഓൺലൈനായിട്ടോ പെർപ്പച്വൽ അഡറേഷൻ നിത്യാരാധന നടക്കുന്ന ശുശ്രൂഷകളിൽ അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. പിന്നെ ഉപവാസം എടുക്കാൻ സാധിക്കുന്ന അത്രയും 1 നേരമോ 2 നേരമോ അങ്ങനെയൊക്കെ ഉപവാസം എടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഒരു ഉപവാസം എടുത്തോ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. അതുപോലെ തന്നെ മറ്റെല്ലാ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് ഇനിയും അത് തുടങ്ങാത്തവരുണ്ടെങ്കിൽ അവരെ പ്രേരിപ്പിക്കുകയൂടെ ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. ആരാധനയിൽ നമുക്കിതിനു വേണ്ട ആശീർവാദം കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ആരാധനയിൽ നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകമായി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് തന്ന ചിന്തകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തലമുറകളായി നമുക്ക് അനുഗ്രഹം നഷ്ടപ്പെട്ട എല്ലാ മേഖലകളിലും മൽക്കിസദേക്കിനെ പോലെ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നിത്യപുരോഹിതനായ ഈശോ തൻ്റെ ബലിയുടെ യോഗ്യതയാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തിരിച്ചു തരാൻ പ്രാർത്ഥിക്കാം. ജോയേൽ പ്രവചനം 2-ാം അധ്യായം 25-ാം വാക്യം: വെട്ടുക്കിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു തുടങ്ങിയ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ തിന്ന് നശിപ്പിച്ച നിൻ്റെ സംവത്സരത്തിലെ വിളവുകൾ ഞാൻ നിനക്ക് തിരിച്ചു തരും. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരുന്ന കർത്താവേ, ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കർത്താവേ, ഈ ജനത്തെ സമർപ്പിക്കുമ്പോൾ മാതാപിതാക്കളുടെയോ പൂർവികരുടെയോ തങ്ങളുടെ തന്നെയോ പാപങ്ങൾ മൂലം ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടി ദൈവം വച്ചിരിക്കുന്ന ദൈവകൃപകൾ, ദൈവമേ, അത് ഞങ്ങളിൽ നഷ്ടമാവാതിരിക്കാൻ ഞങ്ങൾക്കത് തിരിച്ചു കിട്ടാൻ യേശുവിൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യതകളാൽ ഞങ്ങൾക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഏതെങ്കിലും തരത്തിൽ അനർത്ഥങ്ങളോ ആപത്തുകളോ അപകടങ്ങളോ ദുരിതങ്ങളോ കുടുംബത്തിലെ പരാജയങ്ങളോ സാമ്പത്തിക ഞെരുക്കങ്ങളോ കർത്താവെ ഏതെങ്കിലും കണ്ണുനീരിൻ്റെ അനന്തരഫലങ്ങളോ ഞങ്ങളെ കുടുംബങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അനുഗ്രഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ.
കർത്താവേ, ഞങ്ങളുടെ നഷ്ടപ്പെട്ട നല്ല കാലങ്ങൾ തിരിച്ചു തരണമേ. കർത്താവേ, നഷ്ടപ്പെട്ട വർഷങ്ങൾ തിരിച്ചു തരണമേ. നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചു തരണമേ. നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ ആശീർവാദത്തിലൂടെ അവിടുന്ന് മൽക്കീസദേക്കിലൂടെ അബ്രാഹാമിനെ അനുഗ്രഹിച്ചതുപോലെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ കരങ്ങൾ ഞങ്ങളുടെ തലയിൽ വെച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവിൻ്റെ ഈ ആശീർവാദം നിങ്ങൾക്ക് തിരിച്ചു തരട്ടെ. സന്തോഷവും സമാധാനവും ആരോഗ്യവും അഭിവൃദ്ധിയും നഷ്ടപ്പെട്ട നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് പുനഃസ്ഥാപിച്ച് കർത്താവിൻ്റെ മുമ്പിൽ പ്രസാദകരമായ ഒരു ജീവിതമാക്കി മാറ്റട്ടെ. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവം നിങ്ങളുടെ കുടുംബത്തെ പണിതുയർത്തട്ടെ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം ദൈവം തിരിച്ചു തരട്ടെ. നിങ്ങളുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി മാറത്തക്ക വിധം ദൈവം നിങ്ങളെ ഉയർത്തട്ടെ. തലമുറകളായി നിങ്ങളുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും നന്മകൾ തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടട്ടെ. കർത്താവായ യേശു വീണ്ടും നിങ്ങളെ പുനഃസ്ഥാപിച്ച് തലമുറകളായുണ്ടായ വിനാശങ്ങൾ പരിഹരിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ ശരീരരക്തങ്ങളുടെ യോഗ്യതകളാൽ തന്നെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.